നമ്മൾ ഈ ഇലക്ഷനുകളെ കാണുന്ന രീതിയുണ്ടല്ലോ, അത് മാറ്റാൻ സമയമായി. ഇതൊരു ജയമോ തോൽവിയോ അല്ല. ഒരാൾ ജയിച്ചു മറ്റൊരാൾ തോറ്റു എന്നതിനപ്പുറം ഒരു പാർട്ടിയുടെ ആഘോഷമോ മറ്റേ പാർട്ടിയുടെ സങ്കടമോ അല്ല. ശരിക്കും എന്താണൊരു ഇലക്ഷൻ? അത് ജനങ്ങളും അവരെ ഭരിക്കുന്നവരും തമ്മിലുള്ളൊരു കരാറാണ്. സിമ്പിളായി പറഞ്ഞാൽ 5 വർഷത്തേക്കുള്ളൊരു കോൺട്രാക്റ്റ്. വോട്ടർമാർ അവരുടെ ഏറ്റവും വലിയ മുതൽമുടക്ക്, അതായത് അവരുടെ വിശ്വാസം, അത് നിക്ഷേപിക്കുകയാണ്. തിരികെ അവർക്ക് എന്താ വേണ്ടത്? നല്ല സേവനങ്ങൾ, അന്തസ്സായി ജീവിക്കാനുള്ളൊരു സാഹചര്യം, അത്രയുള്ളൂ. അപ്പോൾ ഈ ഒരു വിശകലനത്തിൽ നമ്മൾ ആ കോൺട്രാക്റ്റിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലുകയാണ്. നമ്മളിവിടെ വ്യക്തികളെക്കുറിച്ചല്ല, സിസ്റ്റങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് കേരളത്തിലെ മലപ്പുറം ജില്ലയിലുള്ള നിലമ്പൂരിനെയാണ്. നിലമ്പൂരിനെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ഭൂമിശാസ്ത്രം കൂടി അറിഞ്ഞിരിക്കണം. ഒരു വശത്ത് നല്ല പ്രൗഢിയുള്ള നിലമ്പൂർ പട്ടണം, മറുവശത്തോ വനങ്ങളും കുന്നുകളും പുഴകളുമൊക്കെയുള്ള ഹൈറേഞ്ച് ഗ്രാമങ്ങൾ. ഇവിടെ ജീവിക്കുന്ന ഓരോ മനുഷ്യന്റെയും പ്രതീക്ഷകളും ടെൻഷനുകളുമൊക്കെ ഈ മണ്ണിനോട് അത്രയധികം ചേർന്ന് കിടക്കുന്നതാണ്. അവരുടെ ജീവിതം, അവരുടെ ഓരോ ദിവസത്തെയും ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാമാണ് നിലമ്പൂരിലെ രാഷ്ട്രീയം എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. നമ്മൾ ഈ വിശകലനം 5 ഘട്ടങ്ങളായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് അവിടത്തെ മണ്ണിന്റെ തുടിപ്പറിയാം, ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഇലക്ഷൻ ഡേറ്റ നമുക്ക് തരുന്ന 3 പ്രധാന സിഗ്നലുകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കും. അതിൽ നിന്ന് ജനവിധി എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകഴിഞ്ഞ് ഈ അറിവുകൾ വെച്ച് നല്ലൊരു ഭരണത്തിനുള്ള ഒരു രൂപരേഖയെപ്പറ്റി സംസാരിക്കും. അവസാനം എങ്ങനെയാണ് ജനങ്ങളും ഭരണാധികാരികളും തമ്മിൽ ഒരു വിശ്വാസത്തിന്റെ പാലം പണിയേണ്ടതെന്ന് നോക്കാം. ശരി, നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കിടക്കാം. മണ്ണിന്റെ തുടിപ്പ്. ഏതൊരു രാഷ്ട്രീയ വിശകലനവും തുടങ്ങേണ്ടത് ജനങ്ങളുടെ ജീവിതത്തിൽ നിന്നാണ്, അല്ലേ? അവരുടെ അടുക്കളയിൽ എന്താണ് നടക്കുന്നത്? കുട്ടികളുടെ ഭാവിയെപ്പറ്റി അവർക്കെന്താണ് പറയാനുള്ളത്? രാത്രിയിൽ അവരുടെ ഉറക്കം കളയുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. നിലമ്പൂരിൽ എല്ലായിടത്തും പ്രശ്നങ്ങൾ ഒരുപോലെയല്ല. ഈ കാണുന്നതുപോലെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ താമസിക്കുന്ന ഒരാളുടെ പ്രധാന പ്രശ്നം ചിലപ്പോൾ വേനൽക്കാലത്ത് വെള്ളം കിട്ടാത്തതായിരിക്കും. പക്ഷേ അവിടെ നിന്നും കുറച്ചപ്പുറം അമരമ്പലം പഞ്ചായത്തിലെ ഒരു ആദിവാസി ഊരിൽ താമസിക്കുന്ന ഒരു കുടുംബത്തിന്റെ കാര്യമോ? അവർക്ക് ആശുപത്രിയിൽ പോകാനൊരു റോഡ് പോലും ഇല്ല എന്നതാണ് ഏറ്റവും വലിയ വിഷമം. നഗരത്തിൽ അഴുക്കുചാൽ നിറയുന്നത് വലിയൊരു പരാതിയാകുമ്പോൾ മലയോര ഗ്രാമങ്ങളിൽ 24 മണിക്കൂർ കറണ്ട് കിട്ടുന്നത് ഇന്നും ഒരു സ്വപ്നം മാത്രമാണ്. കണ്ടില്ലേ, ഒരേ മണ്ഡലത്തിലെ 2 തരം ജീവിതങ്ങൾ. പക്ഷേ ഈ വ്യത്യാസങ്ങൾക്കിടയിലും നിലമ്പൂരിലെ എല്ലാ വീടുകളിലും ഒരുപോലെ എത്തുന്ന ചില പൊതുവായ സമ്മർദ്ദങ്ങളുണ്ട്. പെട്രോൾ വില കൂടുമ്പോൾ സാധനങ്ങൾക്ക് തീപിടിച്ച വിലയാകുന്നത് എല്ലാവരെയും ബാധിക്കുന്നു. ഗൾഫിലെ ജോലി നഷ്ടപ്പെട്ട് സ്വപ്നങ്ങൾ പാതിവഴിയിൽ ഉപേക്ഷിച്ച് തിരികെ വന്ന ചെറുപ്പക്കാരുടെ അവസ്ഥയോ? പിന്നെ രാത്രി മുഴുവൻ ഉറക്കം വിളച്ച് കാവലിരുന്നിട്ടും ആനയും പന്നിയും വന്ന് കൃഷി നശിപ്പിക്കുമ്പോൾ ഒരു കർഷകനുണ്ടാകുന്ന വേദന. ഇതിനെല്ലാം പുറമെയാണ് സർക്കാരിൽ നിന്ന് കിട്ടേണ്ട സഹായത്തിനു വേണ്ടി കാത്തിരുന്ന് ആളുകൾ മടുക്കുന്നത്. നമ്മളതിനെ ഒരു ക്ഷേമക്ഷീണമെന്ന് വിളിക്കാം. പെൻഷൻ കൃത്യസമയത്ത് കിട്ടാതെ വരുമ്പോൾ അതവരുടെ പോക്കറ്റിനെ മാത്രമല്ല ബാധിക്കുന്നത്, ഭരണത്തിലുള്ള വിശ്വാസം കൂടിയാണ് അവിടെ തകരുന്നത്. ജനങ്ങളുടെ ഈ നിരാശയും പ്രതീക്ഷകളുമൊന്നും വെറും പറച്ചിലിൽ ഒതുങ്ങുന്നില്ല. അതെല്ലാം തിരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ വളരെ വ്യക്തമായി നമുക്ക് അളക്കാൻ പറ്റുന്ന രീതിയിൽ പ്രതിഫലിക്കും. അപ്പോൾ അടുത്തതായി നമുക്ക് ആ സിഗ്നലുകളിലേക്ക് പോകാം. കണക്കുകൾ നമ്മളോട് എന്താണ് പറയുന്നത്? ആദ്യത്തെ സിഗ്നൽ വളരെ ക്ലിയറാണ്. ഒരു മാറ്റം വേണമെന്ന ശക്തമായൊരു തീരുമാനം. 2025 ബൈ ഇലക്ഷനിൽ UDFന് 47.2% വോട്ട് കിട്ടി. LDFനോ 40.5%. 11,000-ൽ കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷം എന്നു പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അത് നിലവിലുള്ള ഭരണത്തോടുള്ള ശക്തമായ ഒരു എതിർപ്പാണ്. വോട്ടർമാർ ഒരു മാറ്റം ആഗ്രഹിച്ചു, അതവർ ബാലറ്റിലൂടെ കാണിച്ചു കൊടുത്തു. രണ്ടാമത്തെ സിഗ്നൽ, ഇത് ഒരാളെക്കുറിച്ചാണെങ്കിലും ഇതിലെ പാഠം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഇപ്പോഴത്തെ MLA ആര്യാടൻ ഷൗക്കത്ത്, അദ്ദേഹത്തിന്റെ കുടുംബ പാരമ്പര്യം ഒരു വലിയ ഘടകം തന്നെയാണ്. ഒരു പ്രമുഖ നേതാവിന്റെ മകൻ എന്ന ലേബൽ രാഷ്ട്രീയത്തിൽ എളുപ്പത്തിലൊരു വാതിൽ തുറന്നു തരും. പക്ഷേ ഈ സ്ലൈഡിൽ പറയുന്നത് പോലെ പാരമ്പര്യത്തിന് ഒരു വാതിൽ തുറക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ ജനങ്ങൾക്ക് വേണ്ടത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ മുറിയിൽ തുടരാൻ പറ്റൂ. ചുരുക്കി പറഞ്ഞാൽ പേര് മാത്രം പോരാ, പ്രവൃത്തി വേണം. അതാണ് ഇന്നത്തെ വോട്ടർമാർ പറയുന്നത്. ഇനി മൂന്നാമത്തെ, ഒരുപക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട സിഗ്നൽ, ഭരണം ഹൈപ്പർ ലോക്കലാകണം. അതായത് ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ ഭരണം. നമ്മൾ നേരത്തെ കണ്ട പരാതികളുടെ ലിസ്റ്റ് ഓർമ്മയില്ലേ? തിരുവനന്തപുരത്തിരുന്നുണ്ടാക്കുന്ന ഒരു നിയമം കൊണ്ട് നിലമ്പൂരിലെ എല്ലാ പ്രശ്നങ്ങളും തീരില്ല. നിലമ്പൂർ ടൗണിലെ പ്രശ്നത്തിനുള്ള പരിഹാരമായിരിക്കില്ല പോത്തുകല്ലിലെ ആദിവാസി ഊരിനു വേണ്ടത്. ഓരോ ഗ്രാമത്തിനും ഓരോ വാർഡിനും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. അവിടെയുള്ള ആളുകളോട് സംസാരിച്ച് അവർക്ക് വേണ്ട പരിഹാരങ്ങൾ കണ്ടെത്തണം. ഇവിടെ നമ്മൾ ഒരു നിമിഷം നിർത്തുകയാണ്. ഈ ഡേറ്റയും കണക്കുകളുമൊക്കെ ഉപയോഗിച്ച് ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങുമ്പോൾ നമ്മുടെ ഭരണഘടന പറയുന്ന ചില അടിസ്ഥാന കാര്യങ്ങൾ മറക്കാൻ പാടില്ല.
അതിലേറ്റവും പ്രധാനം ഓരോ വ്യക്തിയുടെയും അന്തസ്സിനെ മാനിക്കുക എന്നതാണ്. നമ്മൾ പൊതുയിടങ്ങളിൽ സംസാരിക്കുമ്പോൾ ഒരു ഉത്തരവാദിത്വം കാണിക്കണം. ഈ വിവരങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടത് ജനങ്ങളെ കൂടുതൽ നന്നായി സേവിക്കാനാണ്, അല്ലാതെ അവരെ തരംതിരിക്കാനോ ഭിന്നിപ്പിക്കാനോ അല്ല. ഓക്കേ, ഇതുവരെ നമ്മൾ എന്ത് സംഭവിച്ചു എന്നു നോക്കി, ജനവിധിയുടെ സൂചനകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാം. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് പരിശോധിക്കാം. എന്തൊക്കെ ഘടകങ്ങളാണ് ഈയൊരു തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്? നിലമ്പൂരിലെ സാമൂഹിക ഘടന കുറച്ച് സങ്കീർണമാണ്. ഏകദേശം 58% മുസ്ലിം ജനസംഖ്യയുണ്ട്. 33% വരുന്ന ഹിന്ദു വോട്ടർമാരിൽ പ്രത്യേകിച്ച് ഈഴവ നായർ സമുദായങ്ങളുടെ വോട്ടുകൾ പലപ്പോഴും മാറിമറിയാറുണ്ട്. അതൊരു നിർണായക ഘടകമാണ്. 8% വരുന്ന ക്രിസ്ത്യൻ സമൂഹത്തിനും അവരുടേതായ സ്വാധീനമുണ്ട്. ഇതിനെല്ലാം പുറമെ 12% വരുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും പരിഹരിക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിലമ്പൂരിലെ ജനവിധിക്ക് പിന്നിൽ 4 പ്രധാനപ്പെട്ട സിസ്റ്റങ്ങളിലെ സമ്മർദ്ദങ്ങളുണ്ട്. 1. സാമ്പത്തികം. വിലക്കയറ്റവും ഇന്ധനസെസ്സും സാധാരണക്കാരന്റെ ജീവിതം ദുസ്സഹമാക്കി. ഗൾഫിൽ നിന്ന് തിരിച്ചെത്തിയവരുടെ തൊഴിലില്ലായ്മയും ഒരു വലിയ പ്രശ്നമായി. 2. സാമൂഹികം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ സമുദായത്തിന്റെയും വോട്ടിംഗ് രീതികളും മുന്നണിയിലെ പ്രശ്നങ്ങളും ഫലത്തെ സ്വാധീനിച്ചു. 3. പാരിസ്ഥിതികം. കാട്ടുമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് തടയാൻ കഴിയാത്തത് ഒരു ഭരണപരാജയമായിട്ടാണ് ജനങ്ങൾ കണ്ടത്. 4. ഭരണപരം. പെൻഷൻ പോലുള്ള കാര്യങ്ങൾ വൈകുന്നത് സർക്കാരിലുള്ള വിശ്വാസം തന്നെ ഇല്ലാതാക്കി. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ക്ഷേമക്ഷീണം. നിലമ്പൂരിന്റെ അടുത്ത കാലത്തെ ചരിത്രം നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ്. ഇവിടുത്തെ വോട്ടർമാരെ ഒരു പാർട്ടിക്കും സ്ഥിരമായി എഴുതിയെടുക്കാൻ പറ്റില്ല. അവർ ആരുടെയും പോക്കറ്റിലല്ല. 2016 വരെ അതൊരു UDF കോട്ടയായിരുന്നു. 2021 അവർ LDF പിന്തുണയുള്ള ഒരു സ്വതന്ത്രനെ ജയിപ്പിച്ചു. ഇപ്പോൾ 2025 വീണ്ടും UDFന് തിരികെ കൊണ്ടുവന്നിരിക്കുന്നു. എന്താണിതിനർത്ഥം? സിമ്പിളാണ്. ആരാണോ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കും. അതാണ് നിലമ്പൂരിലെ ജനങ്ങൾ പറയുന്നത്. അപ്പോൾ എന്താണിനി മുന്നോട്ടുള്ള വഴി? പ്രശ്നങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞു, കാരണങ്ങൾ വിശകലനം ചെയ്തു. ഇനി വേണ്ടത് ഒരു പ്രായോഗികമായ പരിഹാരമാണ്. എങ്ങനെ ജനങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഒരു നല്ല ഭരണം കാഴ്ചവെക്കാം? നമ്മുടെ വിശകലനത്തിന്റെ 4ാമത്തെ ഭാഗം ഒരു നിർദ്ദേശമാണ്, ഭരണത്തിനുള്ള ഒരു ബ്ലൂ പ്രിന്റ്. ഇത് വെറും പൊള്ളയായ വാഗ്ദാനങ്ങളല്ല, മറിച്ച് ജനങ്ങൾ തരുന്ന വോട്ടിന് പകരമായി അവർക്ക് എന്ത് തിരികെ കിട്ടും എന്നതിന്റെ ഒരു കൃത്യമായ പ്ലാനാണ്. വോട്ടർമാർക്ക് കിട്ടുന്ന ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. തുടക്കത്തിൽ തന്നെ ജനങ്ങളുടെ വിശ്വാസം തിരിച്ചുപിടിക്കാൻ 3 കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യണം. 1. ഒരു വെൽഫെയർ ബ്ലിറ്റ്സ്. മുടങ്ങിക്കിടക്കുന്ന എല്ലാ പെൻഷനുകളും ശമ്പളവും 30 ദിവസത്തിനുള്ളിൽ കൊടുത്തു തീർക്കണം. അത് വിശ്വാസം തിരിച്ചുപിടിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ്. 2. ഇൻഫ്രാസ്ട്രക്ചർ പുഷ്. പണി പാതി വഴിയിൽ നിൽക്കുന്ന റോഡുകൾ, മാർക്കറ്റുകൾ, വെള്ളത്തിനുള്ള പൈപ്പുകൾ, ഇതിന്റെയൊക്കെ പണി ഉടൻ തുടങ്ങണം. മാറ്റം ജനങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയണം. 3. പ്രാദേശിക സമ്പദ്വ്യവസ്ഥയെ ഒന്ന് ഉഷാറാക്കണം. നിലമ്പൂരിലെ തനത് ഉൽപ്പന്നങ്ങൾക്കായി ഒരു പ്രത്യേക സാമ്പത്തിക മേഖല പ്രഖ്യാപിക്കുക. ഇത് യുവാക്കൾക്ക് വലിയൊരു പ്രതീക്ഷ നൽകും. ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം പോരാ, അത് ജനങ്ങളിലേക്ക് ശരിയായി എത്തുകയും വേണം. അതിന് പല മുഖങ്ങളുള്ള ഒരു ആശയവിനിമയ തന്ത്രം വേണം. നമുക്കതിനെ ചതുർമുഖ സിദ്ധാന്തമെന്ന് വിളിക്കാം. ശിവന്റെ ഭാവത്തിൽ എതിരാളികളുടെ വീഴ്ചകളും അഴിമതിയും ശക്തമായി തുറന്നുകാട്ടണം. വിഷ്ണുവിന്റെ ഭാവത്തിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും തുല്യവും സുസ്ഥിരവുമായ ഭരണം ഉറത്തു നൽകി അവരെ ചേർത്തു നിർത്തണം. ബ്രഹ്മാവിന്റെ ഭാവത്തിൽ നാടിന്റെ വളർച്ചയ്ക്കും യുവാക്കൾക്കുമായി പുതിയ ഫ്രഷായ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കണം. ദുർഗയുടെ ഭാവത്തിൽ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പാക്കുന്ന ഒരു സംരക്ഷകനാകണം. ഈ 4 ഭാവങ്ങളും ചേരുമ്പോഴേ ഒരു നേതാവ് പൂർണ്ണനാകൂ. ആധുനിക ഭരണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്: ഡേറ്റ സ്വാകാര്യതയും സമ്മതവും. ജനങ്ങളുടെ വിവരങ്ങൾ അവരുടെ അനുവാദത്തോടെ എന്ത് കാര്യത്തിനാണോ വാങ്ങിയത് അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കുന്നു എന്ന് ഉറപ്പാക്കണം. ഇതൊരു നിയമത്തിന്റെ കാര്യം മാത്രമല്ല, ഓരോ വ്യക്തിയുടെയും അന്തസ്സിനെ ബഹുമാനിക്കുന്നതിന് തുല്യമാണ്. ശരി, ഇനി നമ്മുടെ വിശകലനത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കാം. ഈ പറഞ്ഞ ബ്ലൂ പ്രിന്റിന്റെയൊക്കെ അവസാന ലക്ഷ്യം കുറച്ച് റോഡ് പണിയുന്നതോ കെട്ടിടമുണ്ടാക്കുന്നതോ അല്ല. അതിനെല്ലാം അപ്പുറം ജനങ്ങളും അവരെ ഭരിക്കുന്നവരും തമ്മിലുള്ള ആ വിശ്വാസത്തിന്റെ കണ്ണിയാണ്. അത് പുനഃസ്ഥാപിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഇവിടെ ശാന്തമായ പക്ഷെ വളരെ ഗൗരവമുള്ളൊരു മുന്നറിയിപ്പുണ്ട്. ജനങ്ങൾ തന്ന ഈ അധികാരം അതൊരിക്കലും സ്ഥിരമല്ല. അതൊരു പാട്ടത്തിനെടുത്ത ഭൂമി പോലെയാണ്. ഓരോ ദിവസവും നിങ്ങളുടെ പ്രവർത്തികളിലൂടെ അത് പുതുക്കിക്കൊണ്ടേയിരിക്കണം. വോട്ടർമാരെല്ലാം കാണുന്നുണ്ട്. ഭരണത്തിൽ വരുന്ന ഏതൊരു വീഴ്ചയും, പഴയ ധാർഷ്ട്യത്തിലേക്കുള്ള ഏതൊരു തിരിച്ചുപോക്കും അവർ ഓർമ്മയിൽ വയ്ക്കും. അടുത്ത അവസരം വരുമ്പോൾ അവർ മറുപടി തരും, ഉറപ്പാണ്. അപ്പോൾ ശരിയായ രീതിയിൽ ഡാറ്റ ഉപയോഗിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ നിലമ്പൂരിന് എന്തായി മാറാൻ കഴിയും? എല്ലാ ഗ്രാമങ്ങളിലും നല്ല റോഡുകളുള്ള ഒരു നിലമ്പൂർ, കഴിവുള്ള ചെറുപ്പക്കാർക്ക് സ്വന്തം നാട്ടിൽ ജോലി കിട്ടുന്ന ഒരു നിലമ്പൂർ, സാധാരണക്കാരന്റെ ഓരോ പരാതിയും കേൾക്കുകയും
അതിന് അന്തസ്സോടെ പരിഹാരം കാണുകയും ചെയ്യുന്നൊരിടം. അവിടുത്തെ ജനങ്ങളെപ്പോലെ തന്നെ ഏതു പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ കഴിവുള്ള ഒരു സർക്കാർ. ഇങ്ങനെ ഒരു ഭാവിയാണ് സാധ്യമാകേണ്ടത്. അവസാനമായി ഒരു ചോദ്യം മാത്രം. ഈ ഡേറ്റയെ അടിസ്ഥാനമാക്കിയുള്ള ജനങ്ങളെ മുന്നിൽ നിർത്തുന്ന ഈ ഭരണരീതിക്ക് നിലമ്പൂരിൽ നിന്ന് തുടങ്ങി ഇന്ത്യയിലുടനീളം രാഷ്ട്രീയത്തിന്റെ ഒരു പുതിയ മാതൃകയായി മാറാൻ സാധിക്കുമോ? നിങ്ങളൊരു ജനകേന്ദ്രീകൃത നേതാവാകാനും നിങ്ങളുടെ മണ്ഡലത്തെ ഉയർത്താനും ആഗ്രഹിക്കുന്നുവെങ്കിൽ blueprintstrategies.ai യുമായി ബന്ധപ്പെടുക. mgr@blueprintstrategies.ai എന്ന വിലാസത്തിലോ 080420416002 എന്ന നമ്പറിലോ വിളിക്കാം. രാഷ്ട്രീയത്തിനപ്പുറം ഒരു ലക്ഷ്യം.